ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ദിവ്യൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഇന്ന് വരുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിതുവരെ തന്ന സ്നേഹത്തിന് സപ്പോർട്ടിന് ഒരുപാട് നന്ദി. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസണേറ്റ് ആകണമെന്നില്ല. റെസണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. നമുക്ക് നോക്കാം. ക്ലോ വന്നിട്ടുണ്ട്, ഹിൽസ് വന്നിട്ടുണ്ട്, സിസേഴ്സ്, ഫിംഗർ, വെക്കേഷൻ, archway, veil, light, sunrise, ഒക്ടോബർ മന്ത് വന്നിട്ടുണ്ട്, ഷീൽഡ്. ആരെയും കൂടെ എടുക്കാം. പെൻഡക്കിളാണ് വന്നിട്ടുള്ളത്. ഇന്ന് നിങ്ങളുടെ ഒരു ഓവറോൾ എനർജി എടുക്കുമ്പോൾ നിങ്ങളൊന്നൊന്ന് റെസ്റ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ സൺഡേ ആണ്, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യം തോന്നുമായിരിക്കാം. പിന്നെ ഇതിൽ ക്ലോ വന്നിട്ടുണ്ട്, ബി കെയർഫുൾ, ഡു നോട്ട് ടേക്ക് റിസ്ക് എന്നാണ്. അപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ റിസ്ക് എടുക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ വല്ല യാത്രയൊക്കെ പോകുമ്പോൾ ഒരു ഓവർ സ്പീഡിൽ വണ്ടി ഓടിക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള, അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാഹചര്യം വേറെ വേറെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് റിസ്ക് എടുക്കണമെന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇന്ന് ഉപേക്ഷിക്കണം എന്നാണ് നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. അപ്പോൾ ഇത് നെഗറ്റീവായിട്ടുള്ള മെസ്സേജ് ആദ്യം തന്നു എന്ന് പറയരുത്. ഇതിൽ കിട്ടിയത് ഇപ്പം നമ്മുടെ ലൈഫിൽ, എല്ലാവരുടെ ലൈഫിലും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ സന്തോഷവും സുഖമായിരിക്കണം എന്നില്ല. അപ്പം നമ്മൾ ചില കാര്യങ്ങൾ, അതൊരു ഗൈഡൻസ് കിട്ടുമ്പോൾ, ടാരോ എന്ന് പറയുന്ന ഒരു ഗൈഡൻസ് മാത്രമാണ്. അപ്പോൾ ബാക്കി നമ്മളുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ്. അപ്പോൾ ആ ഒരു ഗൈഡൻസ്, ഈ ഒരു ടാരോ വിശ്വസിക്കുന്ന ആൾക്കാർ ഒരു ഗൈഡൻസ് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ പോകാൻ പറ്റും, അത്രയേ ഉള്ളൂ. പിന്നെ ഇത് ഇന്നത്തെ മാത്രം എനർജിയാണ്, അതും കൂടി മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ദിവസം അധികം റിസ്ക് എടുക്കാൻ നിൽക്കണ്ട എന്നാണ് ഡിവൈൻ പറയുന്നത്. ഓബ്സ്റ്റക്കിൾസ് ടു ഓവർകം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, ചില തടസ്സങ്ങളുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ ചില തടസ്സങ്ങൾ, അത് ഓവർകം ചെയ്യേണ്ട ചില തടസ്സങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ സിസേഴ്സ് ആണ്, ഡിസപ്പോയിൻമെൻറ്റ് ഇൻ സം അഫെയർ. അപ്പോൾ
ചില ആൾക്കാർക്ക് ചില റിലേഷൻഷിപ്പിൽ ഒരു നിരാശ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടൊരു വഴക്കുണ്ടാക്കുമായിരിക്കാം, അല്ലെങ്കിൽ അവർ നിങ്ങളോട് വഴക്കുണ്ടാക്കുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലവറുമായിട്ടൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമായിരിക്കാം. അപ്പോൾ ചില ചെറിയ നിരാശ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ ഇങ്ങനെ കണ്ടു, പലരും എനിക്കങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, പേഴ്സണൽ മെസ്സേജ് അയക്കാറുണ്ട്, ഇന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ആയിരുന്നു എന്ന്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് മാറാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം വന്നാലും ഇത് ഇന്നിങ്ങനെ ആയിരുന്നു, അപ്പോൾ അത് അങ്ങ് പൊക്കോട്ടെ. ആ ഒരു എനർജി ഇന്നത്തെ ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ, അതങ്ങ് പൊക്കോളും എന്നും കൂടെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അതുകൊണ്ട് അതിൽ ടെൻസ്ഡ് ആകേണ്ടതില്ല എന്നുള്ളതാണ്. നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഫിംഗറാണ് വാർണിംഗ് എ പ്രോബ്ലം ഐദർ നൗ ഓർ ഇൻ ദ നിയർ ഫ്യൂച്ചർ. അപ്പോൾ ഇന്നത്തെ മെസ്സേജിൽ കൂടുതലും ഒരു പ്രോബ്ലത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോഴോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. എന്താണ് അത്? നിങ്ങൾ റിസ്ക് എടുത്താലേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ റിസ്ക് എടുത്താൽ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ചില തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ആലോചിച്ച്, ഇപ്പോൾ എന്ത് പ്രശ്നമായാലും നമ്മൾ ആലോചിച്ച് തീരുമാനിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ ഒരു 4 ഓഫ് സോർഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ ഇതൊന്ന് റിലാക്സ് ചെയ്യുക, നിങ്ങൾ മിണ്ടാതിരിക്കുക, ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ ഒരു പോവഴിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. റിസ്ക് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊന്ന് ഒഴിവാക്കാം. ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകണമെന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോകാം, അതിലൊന്നും ഒരു തടസ്സവും ഇല്ല, നിങ്ങൾക്ക് പോകുന്നതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ റിസ്ക് എടുക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന എന്ത് കാര്യവും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്, അതിൽ തടസ്സമില്ല. പക്ഷേ നിങ്ങൾ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കയറ്റാണ് വെക്കേഷൻ. ചില ആൾക്കാർ ഇന്ന് വെക്കേഷന് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം ഇന്ന് സൺഡേ ആണല്ലോ, അപ്പോൾ പുറത്തെവിടെയെങ്കിലും പോകാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കാം. നിങ്ങൾ പോകുന്നതിൽ ഒരു പ്രശ്നവുമില്ല. വഴിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ കൂടുതൽ അതിൽ ഇൻവോൾവ്ഡ് ആകരുത് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പിന്നാണ് ന്യൂ ജോബ് ഓർ കരിയർ വന്നിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇന്നേ ദിവസം ഒരു പുതിയ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്ലാനിങ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കുന്നുണ്ടായിരിക്കുക, എന്തെങ്കിലും കരിയറിൻ്റെ ഒരു ഇത് നിങ്ങളിന്ന് തുടങ്ങുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഒരു പുതിയ ജോലിയോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. ആശ്രയാണ് ന്യൂ ഓപ്പർച്യൂണിറ്റീസ്, പോസിബിലിറ്റീസ് ആൻഡ് പാത്സ് ഓപ്പണിങ് അപ്പ്. അപ്പം നിങ്ങൾക്ക് പുതിയ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. സാധ്യതകളും സാഹചര്യങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാലം ചിലപ്പോൾ അടഞ്ഞു കിടന്നിരുന്ന എന്തോ ഒരു കാര്യം അത് നിങ്ങളിലേക്ക് തുറക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഇപ്പോൾ ദൈവമായിട്ട് അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് തുറന്നു തരുന്നുണ്ടായിരിക്കാം. പുതിയ ജോലി ആയിരിക്കാം, പ്രണയമായിരിക്കാം, ബിസിനസ് ആയിരിക്കാം, നിങ്ങൾ അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കാം. ഇതൊക്കെ വളരെ വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് ധൈര്യമായിട്ട് ചെയ്തോളാൻ പറയുന്നുണ്ട്. വെയിലാണ് ഗ്രേറ്റ് വറി ഓവർ നത്തിങ്. നിങ്ങൾ വെറുതെ ഇരുന്ന് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ആവശ്യമില്ലാത്ത കാര്യത്തിന് വിഷമിക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഒന്നുമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് വെറുതെ വിഷമിക്കുന്നു എന്നുള്ളതാണ്. അത് വിഷമിക്കാൻ ഇന്ന് പിന്നെ ഇതിലൊരു മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പം മാനസികമായിട്ട് ചില ആൾക്കാർക്കൊരു വിഷമം വരാം. അത് ഒരു കാര്യം ഇല്ലെങ്കിലും ഇന്നേ ദിവസം വെറുതെ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഇതിനകത്ത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ എനർജിയുമായിട്ട് എനിക്ക് കണക്ഷൻ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അർത്ഥമാണത്. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്തോ ഒരു കാര്യം സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിഷമം വന്നതെന്ന്, അങ്ങനത്തെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ബാറ്റാണ് ടേക്ക് കെയർ എനിമീസ് ആർ വർക്കിംഗ് അഗെയിൻസ്റ്റ് യു എന്ന് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇന്നേ ദിവസം കുറച്ച് ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. ശത്രുക്കൾ നിങ്ങൾക്കെതിരെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ കൂടെ ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ സെയിം ഫീൽഡിൽ ബിസിനസ് ചെയ്യുന്നവർ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം ബിസിനസ്സിൽ അത് സർവ്വസാധാരണമാണ്. കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യാറുണ്ട്. അവർക്ക് ബിസിനസ് കൂടാൻ വേണ്ടിയിട്ടോ അപ്പോൾ മറ്റൊരാളിനത് ഒന്ന് ഡൗൺ ആകുമ്പോൾ അവർക്ക് കൂടും എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങളത് ടേക്ക് കെയർ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രൊട്ടക്ഷൻ വേണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക.
പിന്നെ സൺറൈസ് ആണ്, ന്യൂ ക്രിയേറ്റീവ് ഐഡിയാസ്, ന്യൂ വെഞ്ചേഴ്സ്, എ ഫ്രഷ് സ്റ്റാർട്ട്. അപ്പോൾ ഇതിൽ കുറേ ആൾക്കാർക്ക് പുതിയ ഒരു എന്തോ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. പുതിയ എന്തോ കാര്യം നിങ്ങൾ തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട്. ഒരു പുതിയ സ്റ്റാർട്ട്, സൂര്യൻ ഉദിക്കുന്നുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം എന്തോ നടക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഒക്ടോബർ മന്തിൽ എന്തോ ഒരു കാര്യം, ഒക്ടോബർ മന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒക്ടോബർ മന്തിൽ ഉള്ള എന്തെങ്കിലും എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഒക്ടോബർ മന്തിൽ. അത് ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ തീരുമാനിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ വീടിൻ്റെ നിങ്ങൾ ഹൗസ് വാമിങ് നടത്തുന്നതായിരിക്കാം. പുതിയ കാറ് ബുക്ക് ചെയ്തോ അല്ലെങ്കിൽ ബൈക്ക് ബുക്ക് ചെയ്തോ കിട്ടുന്നത് ഒക്ടോബർ മന്തിലായിരിക്കാം. അല്ലെങ്കിൽ ഒക്ടോബർ മന്തിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു ട്രാവൽ ചെയ്യുന്നുണ്ടായിരിക്കും. കാരണം വെക്കേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഒക്ടോബർ മന്തിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ കാണുന്നുണ്ട്. ഷീൽഡാണ്, യു നീഡ് ടു ഡിഫെൻഡ് യുവർ സെൽഫ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ട് എന്നാണ് ഇതിൻ്റെ ഒരു മീനിങ് ആയിട്ട് എനിക്ക് കിട്ടിയത്. കാരണം നിങ്ങൾക്ക് മറ്റുള്ള നെഗറ്റീവ് ഒന്നും നിങ്ങളിലേക്ക് വരാതിരിക്കാൻ നിങ്ങൾ മനസ്സുകൊണ്ട് ഒരു ബൗണ്ടറി വയ്ക്കുക. നിങ്ങൾ പറയുക, എൻ്റെ ഈ ഒരു ബൗണ്ടറിക്കകത്ത് വേറെ ഒരു നെഗറ്റീവും കയറാൻ പറ്റുന്നതല്ല, എൻ്റെ ഈ എനർജി ഷീൽഡിനകത്ത്. അങ്ങനെ നിങ്ങൾ ഇതാക്കുക. നമ്മുടെ ആ ഓറയ്ക്കകത്ത് ഒരു നെഗറ്റീവും വരില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ആർക്കെങ്കിലും അല്ല, എല്ലാവരും തന്നെ റേക്കിയൊക്കെ പഠിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നമുക്കൊരു പ്രൊട്ടക്ഷനാണ് എപ്പോഴും ഇങ്ങനെയുള്ള ഒരു ഈ എനർജി ബേസിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നത് നമുക്ക് ശരിക്കും പ്രൊട്ടക്ഷൻ തരും. അപ്പോൾ നിങ്ങളൊരു ഷീൽഡ് ഇടുന്നത് നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് സ്വയം എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. നിങ്ങൾ ഉപ്പ് വെള്ളത്തിൽ കുളിക്കുക, കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ആ ഓറയിൽ നെഗറ്റീവ് വരുമ്പോൾ അത് ക്ലെൻസ് ചെയ്യാൻ കല്ലുപ്പിന് വളരെയധികം കഴിവുണ്ട് എന്നുള്ളതാണ്. ശരിക്കും അത് നിങ്ങളെ ഒരുപാട് പ്രൊട്ടക്റ്റ് ചെയ്യും. കല്ലുപ്പിട്ട് കുളിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കിടക്കുന്ന ബെഡിൻ്റെ അടിയിൽ കല്ലുപ്പ് ഒരു ഗ്ലാസ് ബൗളിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ദുസ്വപ്നം കാണുന്നവർ കിടക്കുന്ന ബെഡിനടിയിൽ ഒരു ബൗളിൽ കല്ലുപ്പിട്ട് വെച്ചിട്ട് ഒരു 7 days ആകുമ്പോൾ അത് മാറ്റിക്കളഞ്ഞാൽ മതി. അത് മറ്റാരും ചവിട്ടാത്ത സ്ഥലത്ത് അങ്ങനെ, അല്ലെങ്കിൽ ഫ്ലഷ് അടിച്ച് കളയുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. കാരണം അപ്പോൾ നിങ്ങളുടെ ആ ഒരു സ്ഥലത്തുള്ള നെഗറ്റീവ് മുഴുവൻ നിങ്ങൾക്ക് ആ ഒരു കല്ലുപ്പ് പിടിച്ചെടുത്തോളും. പലർക്കും ഉറക്കം ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി. ചിലപ്പോൾ എന്തെങ്കിലും ഭയം കൊണ്ടോ ദുസ്വപ്നം കണ്ടോ ഒക്കെ നിങ്ങൾക്ക് ഉറക്കത്തിന് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ അത് വളരെ എഫക്റ്റീവാണ്. പിന്നെ ഇന്ന് ചില ആൾക്കാർക്ക് കുറച്ച് ബിസി ആയിരിക്കും. ചിലപ്പോൾ വീട്ടിലുള്ളവർക്കാണെങ്കിൽ വീട്ടു ജോലി കുറേ കൂടുതലായിരിക്കും എന്ന് കാണുന്നുണ്ട്. ഓഫീസിലൊക്കെ പോകുന്നവർക്ക് സൺഡേ ആയിരിക്കും ബാക്കി കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ബിസി ആയിരിക്കും എന്ന് കാണുന്നുണ്ട്. പിന്നെ 6 of Pentacles ആണ്. നിങ്ങൾ കൊടുക്കുന്നത് തിരിച്ച് നിങ്ങൾക്ക് കിട്ടുന്നൊരു സമയം കേട്ടോ. നിങ്ങൾ കൊടുത്തിരുന്നത് കിട്ടുന്ന സമയമാണ്. നിങ്ങൾ നേരത്തെ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സഹായം തിരിച്ച് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. കൊടുത്ത ആളായിരിക്കും അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് തിരിച്ചു തരുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടെന്ന് പറയാം. നിങ്ങളുടെ സ്നേഹം, നിങ്ങൾ ആരെങ്കിലും ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്നേഹം ചിലപ്പോൾ ആ വ്യക്തി ഇപ്പോഴായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു തരുന്നത്. ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ ശരിക്കും പല ആൾക്കാർക്കും ഈ ഒരു ഒബ്സ്റ്റക്കിൾസ് ഒക്കെ കടന്നൊരു ജഡ്ജ്മെൻറ്റിലേക്ക്, ഒരു പുതിയ തുടക്കത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പുതിയൊരു ജീവിതം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഈ തടസ്സങ്ങളൊക്കെ കടന്നു പോയിട്ടുണ്ടായിരിക്കാം. ആ തടസ്സങ്ങളൊക്കെ കടന്ന് ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് എന്ന് കാണുന്നുണ്ട്. പിന്നെ പേജ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ളൊരു കാര്യത്തിലൊരു ഓഫർ വരും എന്നാണ്. ചിലപ്പോൾ ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്ന ആൾക്കാർക്ക് വേറെ ഏതെങ്കിലുമൊക്കെ കമ്പനികളിൽ നിന്ന് കുറേ ഓഫർ നിങ്ങൾക്ക് വരുമായിരിക്കാം. ബൾക്കായിട്ടുള്ള ഓഫർ.
അത് അവരുടെ ആ ഒരു പ്രോഡക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരിക്കാം. കുറേ ഓർഡർ നിങ്ങൾക്ക് ഇന്ന് കിട്ടുമായിരിക്കാം. ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് കുറേ ഓർഡർ കിട്ടാം. ഫാഷൻ ഡിസൈനിങ്ങോ അങ്ങനെ എന്തെങ്കിലും പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു വലിയ ഓർഡർ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ബിസി ആയിരിക്കും, ഒരുപാട് ബിസി ആയിരിക്കും. ചിലപ്പോൾ ഇതിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരിക്കും. അതായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നന്മ കിട്ടിയാൽ നിങ്ങൾ ആരോടും പെട്ടെന്നത് പറയാതിരിക്കുക. ആ ഒരു കാര്യം പൂർണ്ണമായതിന് ശേഷം മാത്രമായിരിക്കണം മറ്റുള്ളവർ അറിയേണ്ടത്. അല്ലാതെ നിങ്ങൾ ഈ എന്തെങ്കിലും ഒരു കാര്യം കിട്ടുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാവരോടും പറയുമ്പോൾ എല്ലാവരുടെയും എനർജി ഒരുപോലെ അല്ല. നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന അതിന് ഒരുപാട് പവർ ഉണ്ട് അതിന്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ വളർച്ചയെ ചിലപ്പോൾ അത് ഇല്ലാതാക്കി കളയും. അതിലൊരു നെഗറ്റീവ് വരും. എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ഈ നെഗറ്റീവ് ഫോഴ്സസിന് പറ്റും. അപ്പം നിങ്ങൾ നല്ല കാര്യങ്ങൾ, ഒരുപാട് സന്തോഷിക്കേണ്ട കാര്യങ്ങളോ നിങ്ങളുടെ ബിസിനസ്സിലെ പ്രോഗ്രസ്സോ ഒന്നും തന്നെ എല്ലാവരോടും ഡിസ്കസ് ചെയ്യരുത്. അത് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചില ആൾക്കാരുണ്ട്, എല്ലാ കാര്യങ്ങളൊന്നും ഇങ്ങനെ വള്ളുപുള്ളി തെറ്റാതെ പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ആ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് മതിയാക്കുക. അപ്പം മറ്റുള്ളവരുടെ ഒരു ഈവിളായി നിങ്ങളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ ഇന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറയുന്നുണ്ട്, ഒന്ന് റിലാക്സ് ചെയ്യാൻ പറയുന്നുണ്ട്. പിന്നെ ശരിക്കും മൂൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ പറയുന്നത്. എല്ലാവർക്കും ഇത് ഒരേപോലെ ആയിരിക്കണം എന്നില്ല. ചില ആൾക്കാർക്ക് ഒരു മാനസിക പ്രയാസം, ആവശ്യമില്ലാത്ത കാര്യത്തിലൊരു മാനസിക പ്രയാസം ഉണ്ടാവും. അവർ എന്തെങ്കിലും ഒരു മറ്റുള്ളവർ എന്തെങ്കിലും ചിലപ്പോൾ പറഞ്ഞ പാസ്റ്റിൽ ചെയ്ത കാര്യമായിരിക്കാം, അങ്ങനെയൊക്കെ വിചാരിച്ച് ഒന്ന് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് കാണുന്നുണ്ട്. അകാരണമായൊരു ഭയമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയമോ ഡിപ്രഷനോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ മറ്റുള്ള ശത്രുക്കൾ നമുക്ക് എന്തെങ്കിലും ദോഷം ചെയ്യുമോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ആയിരിക്കും. അങ്ങനെ കെയർഫുൾ ആയിരിക്കുന്നു, ബി കെയർഫുൾ എന്ന് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ വിചാരിച്ച് ഡിപ്രഷൻ അടിക്കുകയും വിഷമിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പ്രാർത്ഥിക്കുക, നല്ല ബോൾഡായിട്ടിരിക്കുക. നെഗറ്റീവായിട്ടുള്ള ഒരു ഫോഴ്സസിനെ എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്തയിൽ നന്നായിട്ട് പ്രാർത്ഥിച്ച് നമ്മളുടെ കാര്യം നമ്മൾ നന്നായിട്ട് നോക്കുക. നമുക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, ആരെ കൊണ്ടും പറ്റില്ല. മറ്റുള്ളവർ എന്ത് ചെയ്യണം ചെയ്യേണ്ടെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അതിൽ വേറെ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. പക്ഷേ ഈ നെഗറ്റീവ്സൊക്കെ നമ്മളിലേക്ക് വരാതിരിക്കാൻ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മളിലേക്ക് ഒരു തരത്തിലുള്ള നെഗറ്റീവ് നമ്മൾ റിസീവ് ചെയ്തില്ലെങ്കിൽ ഇത് നമ്മളിലേക്ക് എത്തൂല അത്. അപ്പോൾ അത് മനസ്സിലാക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക, ബോൾഡായിട്ടിരിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായും സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി.